മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഇന്ന് നിർണായകമാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി അല്പസമയത്തിനകം വിധി പറയും. ജാമ്യാപേക്ഷയിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് നമുക്കിനി അറിയാനുള്ളത്. ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധി പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ഷിജോ, മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ അതിലെ ഹർജിയിലെ വിധി ഇന്ന് വരാനിരിക്കുന്നു. ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ഇന്ന് വിധി പറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടച്ചിട്ട കോടതി മുറിയിൽ പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഒക്കെ നീണ്ട വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. എന്താണ് നമുക്ക് ഇപ്പോഴുള്ള വിവരങ്ങൾ? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷിജോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാകുമോ അല്ലെങ്കിൽ വീണ്ടും ജയിലിൽ തന്നെ തുടരേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു അന്തിമ തീരുമാനം അറിയാനായിട്ട് ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. 11 മണിയോടുകൂടി കോടതി നടപടികൾ തുടങ്ങും. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറയുക. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾ അടച്ചിട്ട കോടതി മുറിയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നിരുന്നു. മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുക. അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണം എന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം പ്രോസിക്യൂഷനും പ്രതിഭാഗവും അംഗീകരിച്ചതോടുകൂടിയാണ് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ഒരു വാദപ്രതിവാദം അടച്ചിട്ട കോടതി മുറിയിൽ നടന്നത്. അതിനകത്ത് സ്വാഭാവികമായിട്ടും പ്രതിഭാഗം ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരി നൽകിയ പരാതിയിൽ പറയുന്ന പല വിവരങ്ങളും വ്യാജമാണ്. രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഒരു തരത്തിലും ഈ പരാതിയിൽ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കബളിപ്പിക്കുകയായിരുന്നില്ല. രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാമായിരുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. അതിജീവിത വിവാഹിതയാണെന്ന് അറിയില്ലായിരുന്നു. വിവാഹിതയാണെന്ന് അറിഞ്ഞതിന് പിന്നാലെ താൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് എന്നുള്ള ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിജീവിതയാണ് മുറിയെടുത്തത്. അതിജീവിത മുറിയിലേക്ക് തന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫെനി നൈനാൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരിയും ഉറ്റ സുഹൃത്തുമായിട്ടുള്ള ഫെനി നൈനാൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ട അതിജീവിതയുമായി ബന്ധപ്പെട്ട ചാറ്റിലെ വിവരങ്ങളാണ്. ആ ചാറ്റിലെ വിശദാംശങ്ങളടക്കം തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ പ്രതിഭാഗം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതിജീവിത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പലതും കള്ളമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകണം എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. പ്രതി ഒരു ജനപ്രതിനിധി, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ്. ജാമ്യം നൽകിയാൽ മുങ്ങില്ല, നാട്ടിൽ തന്നെ ഉണ്ടാകും, അന്വേഷണമായിട്ട് പൂർണ്ണമായി സഹകരിക്കും എന്നുള്ള ഒരു വാദം കൂടി പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം പ്രോസിക്യൂഷൻ പറയുന്നത് ഇപ്പോൾ ഒരു തരത്തിലും പ്രതിഭാഗം കൊണ്ടുവരുന്ന തെളിവുകളുടെ നിയമസാധുത പരിശോധിക്കേണ്ട ഘട്ടമല്ല. അന്വേഷണം പാതി വഴിയിൽ എത്തി നിൽക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ട് പല കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയാൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് അടച്ചിട്ട കോടതി മുറിയിൽ വേണം എന്ന ആവശ്യം ഉന്നയിച്ചത് പ്രോസിക്യൂഷനാണോ പ്രതിഭാഗമാണോ? മറ്റൊന്ന്, ഈ വാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു എന്നൊരു വിവരം വന്നിരുന്നു. ഇതൊരു സെഷൻസ് കോടതി പരിഗണിക്കേണ്ട വിഷയമാണെന്നൊരു നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിച്ചു എന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. ഇതൊക്കെ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? ഇതിനകത്ത് ആദ്യം തന്നെ അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണം എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എന്നുള്ള വിവരം ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. പ്രോസിക്യൂഷൻ പ്രധാനമായിട്ട് പറഞ്ഞത് അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒരു തരത്തിലും പുറത്തു പോകാൻ പാടില്ല. ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ അതിജീവിതയുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒരു തരത്തിലും മറ്റൊരാൾ കേൾക്കാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ കോടതി വ്യവഹാരങ്ങളുടെ പരിഗണനയിലേക്ക് വരാൻ പാടുള്ളൂ. പുറത്തുനിന്ന് ഒരാൾ പോലും കേൾക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുകയും അത് മജിസ്ട്രേറ്റ് അംഗീകരിക്കുകയും അതിനകത്ത് ഒരു വിലങ്ങുതടിയാകുന്നില്ല, അതിനകത്ത് ഞങ്ങളും അംഗീകരിക്കുന്നു എന്നുള്ള നിലപാട് പ്രതിഭാഗം കൂടി സ്വീകരിച്ചതോടുകൂടിയാണ് തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അടച്ചിട്ട കോടതി മുറിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ കേട്ടത്. അങ്ങനെ ഏതാണ്ട് 2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു വാദപ്രതിവാദമായിരുന്നു. സ്വാഭാവികമായിട്ടും അതിനകത്ത് നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ പ്രതിഭാഗം ജാമ്യത്തിന് വേണ്ടി അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള വാദങ്ങൾ നിർത്തുന്നു. നമുക്കറിയാം പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് ശാസ്ത്രമംഗലം അജിത്തും അദ്ദേഹത്തിനൊപ്പം തന്നെയുള്ള അഭിലാഷ് ചന്ദ്രനും അടക്കമുള്ള അഭിഭാഷകരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിരന്തരം ജാമ്യ ഹർജിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ APP പറയുന്നത് നിലവിൽ ജാമ്യ ഹർജി പരിഗണിക്കേണ്ട സാധ്യത ഈ ഒരു ഘട്ടത്തിലില്ല, നിലവിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതേസമയം പ്രതിഭാഗം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതിനകത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ ജില്ലാ കോടതിയെ, സെഷൻസ് കോടതിയെ സമീപിക്കും എന്നുള്ള കാര്യം രാഹുലിന്റെ അഭിഭാഷകനായിട്ടുള്ള അഭിലാഷ് ചന്ദ്രൻ കഴിഞ്ഞ ദിവസം 24 സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഞങ്ങൾ ഈ പറയുന്ന ജാമ്യ ഹർജിയിൽ അത്ര കണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യില്ല എന്നാണ് അഭിഭാഷകൻ അഭിലാഷ് ചന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നമായി പ്രതിഭാഗം
പ്രതിഭാഗം ഉന്നയിച്ചതായി പുറത്തുവന്ന വിവരം വാദിയുടെ, അതായത് ഇതിലെ പരാതിക്കാരിയുടെ വ്യക്തമായ മൊഴി രേഖപ്പെടുത്താതെയാണ് പോലീസ് ഈ കാര്യത്തിൽ കേസെടുത്തതും FIR ഇട്ടതും. അങ്ങനെ പോലീസ് ഈ കാര്യത്തിൽ ഒരു അമിതോത്സാഹം കാണിച്ചു എന്ന ഒരു വാദം പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചതായി വിവരങ്ങൾ വന്നിരുന്നു. തുടക്കം മുതൽ അക്കാര്യങ്ങൾ പ്രതിഭാഗം കോടതിയിൽ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കഴിഞ്ഞതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. താനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താൻ അന്വേഷണ സംഘത്തിൽ താനല്ല പറയേണ്ടത്, തന്റെ അഭിഭാഷകനാണ് പറയേണ്ടത് എന്നുള്ള നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ അറസ്റ്റ് പല കാര്യങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ടാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിൽ പറയുന്നു. രാഹുലിന്റെ അഭിഭാഷകർ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മുമ്പിലും മറ്റിടങ്ങളിലുമൊക്കെ തുറന്നു പറയുന്നു. അപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ തന്നെ വലിയ തരത്തിലുള്ള അമിതോത്സാഹം അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള നിലപാട് പ്രതിഭാഗത്തിനുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. പലതരത്തിൽ മറ്റ് പല കാര്യങ്ങൾ കൂടി, അതായത് നിലവിൽ നേരത്തെ ആദ്യത്തെ പരാതി വരുന്നു, രണ്ടാമത്തെ പരാതി വരുന്നു, അങ്ങനെ പരാതികൾ വരുന്നു, അതിനകത്ത് കേസെടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഒരു പരാതി വരുമ്പോൾ അതിന് സമാനമായിട്ടുള്ള കേസിൽ ജാമ്യം കിട്ടിയ ഒരാളെ അങ്ങനത്തെ പരാതിയിൽ എന്തുകൊണ്ട് അമിതോത്സാഹത്തോടു കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യമാണ് പ്രതിഭാഗം സ്വാഭാവികമായിട്ടും ഇതുവരെയും ചോദിച്ചുകൊണ്ട് പോകുന്നത്. അത് മജിസ്ട്രേറ്റ് കോടതിയിലും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസിനകത്ത് ഇതിനകത്ത് മറ്റ് ചില താല്പര്യങ്ങൾ കൂടിയുണ്ട്. പ്രതിയെ കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പ്രദർശന വസ്തുവാക്കിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നുള്ളൊരു വാദം കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.